അധികൃതരുടെ അനാസ്ഥ കാരണം കഴിഞ്ഞ 12 വർഷമായി ലഭിച്ചിരുന്ന പെൻഷൻ മുടങ്ങിയെന്ന പരാതിയുമായി ഇടുക്കി ഉപ്പുതറ സ്വദേശി സിസിലി ജോസഫ്. ഉപ്പുതറ പഞ്ചായത്തിലെ പശുപാറ എസ്റ്റേറ്റിൽ താമസിക്കുന്ന സിസിലിക്ക് കഴിഞ്ഞ 6 മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല. പെൻഷൻ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കുൾപ്പെടെ സിസിലി പരാതി നൽകിയിട്ടുണ്ട്. കൊളുന്തുനുള്ളി എസ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക വരുമാനം മാത്രമാണ് പശുപാറ എസ്റ്റേറ്റിലെ താമസക്കാരിയായ സിസിലി ജോസഫിന്റെ വരുമാനം. പിന്നെയുള്ള ഏക ആശ്രയം പെൻഷനായിരുന്നു. ഭർത്താവ് ജോസഫ് മരിച്ചതോടെയാണ് സിസിലി പെൻഷൻ കിട്ടാൻ ഉപ്പുതറ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത്. എല്ലാ രേഖകളും ഹാജരാക്കി. എന്നാൽ ഇവരുടെ സമീപവാസിയായ ലക്ഷ്മി കറുപ്പയ്യയുടെ പേരിലാണ് പെൻഷൻ അനുവദിച്ചത്. ബാങ്ക് അക്കൗണ്ട് മാത്രം സിസിലിയുടേത്. അതിനാൽ കഴിഞ്ഞ 12 വർഷമായി സിസിലിയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തി. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് നടത്തി. ഇതോടെ ലഭിച്ചിരുന്ന പെൻഷൻ നിലച്ചു. കഴിഞ്ഞ 6 മാസമായി പെൻഷൻ കിട്ടിയിട്ടേയില്ല. കാരണം അന്വേഷിച്ചപ്പോഴാണ് മുൻപ് സംഭവിച്ച അതേ പിഴവ് വീണ്ടും ആവർത്തിച്ചതായി മനസ്സിലായത്. പെൻഷൻ വീണ്ടും അനുവദിച്ചത് ലക്ഷ്മി കറുപ്പയ്യയുടെ പേരിൽ. ഇവരാകട്ടെ സ്ഥലത്തുമില്ല. പിഴവ് മനസ്സിലായതോടെ ശരിയായ രീതിയിൽ മസ്റ്ററിംഗ് നടത്തിയെന്നും പുതിയതായി പെൻഷൻ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ലക്ഷ്മി കറുപ്പയ്യ എന്നും പറഞ്ഞു അതും സിസിലിയുടെ ആയിട്ട് മാറിക്കിടക്കുക. എൻ്റെത് അവർക്കും അവരുടേത് എനിക്കുമായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോഴും എനിക്ക് ആ പേര് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം പഞ്ചായത്തുകാർ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞ് എൻ്റെ പേര് മാറ്റിയിട്ടിട്ടുണ്ട്, സിസിലി എന്നും പറഞ്ഞാൽ കിടക്കുന്നത്. ഇനി എനിക്ക് കിട്ടുള്ളൂ, പഴയതൊന്നും കിട്ടുകയെന്ന് പറഞ്ഞു. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമായ 6 മാസത്തെ പെൻഷൻ തിരികെ കിട്ടാൻ യാതൊരു നടപടിയുമില്ല. പെൻഷൻ ലഭിക്കാതെ വന്നതോടെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഭർത്താവിന്റെ മരണശേഷം മകളുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലുണ്ടായ കടബാധ്യതയും നിലനിൽക്കുന്നു. തന്റേതല്ലാത്ത കാരണത്തിൽ നഷ്ടമായ 6 മാസത്തെ പെൻഷൻ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പഞ്ചായത്ത് കമ്മിറ്റി എന്നിവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് സിസിലി. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.